C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അച്ഛന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് കഥകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തമായി തെളിവോടെ കേൾക്കുന്നത് ഇതാദ്യമായിട്ടാ. മക്കളുടെ മുന്നിൽ നിന്ന് ഉരുകാതെ നിങ്ങളൊരാണാണെങ്കിൽ ചെയ്ത തെറ്റേറ്റെടുത്ത് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാ വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും ഇവളിനി മുതൽ എന്റെ മോളാ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇവൾ അനാഥയായി പോവാൻ ഞാനും ഒരു കാരണക്കാരിയാ. ഇവളുടെ അമ്മയുടെ മരണം മാത്രമല്ല, ഇവളുടെ അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ കാരണക്കാരിയും ഞാനാ. എന്റെ മകൾ ചതിക്കപ്പെട്ടപ്പോ ICUവിൽ കയറി ഇവളുടെ അച്ഛന്റെ ഹൃദയം നിൽക്കുന്ന രീതിയിൽ ഒരുപാട് സംസാരിച്ചു. അങ്ങനെയുള്ളപ്പോ ഇനി ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് വരെ ഞാൻ ഇവളെ ഇങ്ങനെ എന്റെ ചെറിയിൽ ഒളിപ്പിക്കും. ഞാൻ ഇവളെ എന്റെ അരികിൽ തന്നെ നിർത്തും. എന്റെ മറ്റു 2 പെൺമക്കളെയും പോലെ തന്നെ എനിക്ക് എന്റെ മക്കളൊരു ബാധ്യതയല്ല. എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിലേക്ക് തെറിച്ചു വീണ ചെളിയാ നിങ്ങള്. ഒരു ജൂൺ 27 നിങ്ങൾ പറയാറുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിദിനമാണെന്ന്. അതെ, ആ കരിദിനം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോവാ. വേർപിരിഞ്ഞ പോലെയാണ് കഴിഞ്ഞതെങ്കിലും ഇനി നിയമപരമായി നമ്മൾ വേർപിരിയും. പിന്നെ അതിനു മുൻപ് നിങ്ങൾക്കൊരു ദുഃഖവാർത്ത കൂടിയുണ്ട്. സസ്പെൻഷനിലായിരുന്ന എന്നെ തിരിച്ചെടുക്കാനുള്ള ഓർഡറായി. ഉടനെ ഞാൻ ജോലിയിൽ പ്രവേശിക്കും, പഴയ പ്രതാപത്തോടെ തന്നെ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. വീടൊരു കോടതിയാണെങ്കിൽ ഈ കോടതിയിൽ ഞാൻ പരാജയപ്പെട്ടു. അവസാന വിധി എനിക്കെതിരാണ്. ഭാര്യയും മക്കളും തള്ളി പറയുന്നതോടെ അവര് ഗൃഹനാഥന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അയാളെ അവരുടെ മനസ്സിൽ നിന്നിറക്കി വിടുന്നതോടെ അയാൾ അവിടുന്ന് പോണം. ഒരിക്കലും മടങ്ങി വരാത്ത ഒരു പോക്ക്. ഞാനും പോവാ. വിളിച്ചില്ലല്ലോ അണ്ണ. എന്നാ പിന്നെ അണ്ണൻ അങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? അല്ലടാ, ഇത്രയും ദിവസം എന്നെ കാണാതെ നടന്നതും പിന്നെ പിണങ്ങി നടന്നതും ഒക്കെ ആ രചനയുടെ വിഷയം അറിയാത്തതുകൊണ്ടാ. അവസാനം ഞാൻ ആ കാർത്തിന്ന് വരെ അവളെ രക്ഷിച്ചു. അതിനുശേഷം ഇപ്പോ രചനയിൽ നിന്ന് അവള് സത്യങ്ങൾ അറിയുകയും ചെയ്തു. ഇനിയെങ്കിലും ഒന്ന് തോറ്റു തരണ്ടടാ. അണ്ണ ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ തോക്കുന്നതാണ് അണ്ണന്റെ സ്വഭാവം. അതെല്ലാരും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ മാത്രം എന്താ അണ്ണന് ജയിക്കണമെന്ന് ഇത്ര വാശി? ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്നാ നീ പറയുന്നത് അല്ലേ? വിളിക്കണമെന്ന് മാത്രമല്ല, ചേച്ചിയുടെ അമ്മ തന്നെ നല്ലവണ്ണം സംസാരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് ചേച്ചിയോട് സംസാരിക്കാം. ഉടനെ തന്നെ ദിയയുടെ അമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണോ എന്തോ. എന്റെ അണ്ണ, ഇനിയിപ്പോ അണ്ണൻ ആ വീട്ടിൽ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം. ചേച്ചിയെ കാണാം. അണ്ണൻ ആ വീട്ടിൽ ഒരു അംഗമായി കഴിഞ്ഞു. എന്തായാലും ഞാനൊരു ഗുണ്ടയല്ലടാ. ആ ഗുണ്ട ഉള്ളത് കൊണ്ടാ ഇപ്പൊ ആ കുടുംബം നിലനിൽക്കുന്നത്. ചേച്ചിയും ചേച്ചിയുടെ അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നത്. അവർക്ക് അത് ആലോചിക്കാനുള്ള കഴിവില്ലേ, ബുദ്ധിയില്ലേ? ഇന്നത്തെ കാലത്തെ ഒരു ഡോക്ടറെ എഞ്ചിനീയറെയോ കല്യാണം കഴിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഒരു ഗുണ്ട തന്നെ ഒരു വീട്ടിൽ വേണം. ഒരു പട്ടി അല്ലെങ്കിൽ ഒരു ഗുണ്ട. നീ എന്നെ പട്ടിയാക്കണോടാ? അല്ലണ്ണ, ഈ പറഞ്ഞ 2 പേർക്കുമാണ് ആൾക്കാരോടൊരു സ്നേഹമുള്ളത്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഒരാള് തെറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് വരെ അയാളോട് ദേഷ്യം കാണൂ. സംഭവിച്ചത് എന്താന്ന് മനസ്സിലായി കഴിയുമ്പോ അതെല്ലാം നമ്മൾ മറക്കും.
അതുകൊണ്ട് തന്നെ ഞാനും ദിയയും അമ്മയും എല്ലാം മറന്നു കഴിഞ്ഞു. എന്നാലും ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ദീപേ. ഇനി മറക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം? ഇവിടെ ആരും തെറ്റുകാരല്ല. യഥാർത്ഥ പ്രതി വീടിന് വെളിയിലായി കഴിഞ്ഞു. നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, വാ നമുക്ക് എന്തേലും കഴിക്കാം, വാ. എനിക്കൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? സത്യം പറയാലോ, എല്ലാ ടെൻഷനും മാറിയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. ദേ, ആഹാരം എടുത്തു വെച്ചിട്ട് അമ്മ കാത്തിരിക്കാം. ഇനിയിപ്പൊ എന്തായാലും നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ല. നീ വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഒന്നിച്ചിരുന്ന് കഴിക്കാൻ മാത്രല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു മുറിയിലേക്ക് കിടക്കാൻ പോകുന്നു. എന്റെ അമ്മയ്ക്ക് ചുറ്റും നമ്മൾ 3 പെൺമക്കൾ. എന്താ അതിലെന്തെങ്കിലും വിരോധമുണ്ടോ? നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ മോളെ. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തിന് നിരക്കുന്നതാണെങ്കിൽ ഭാഗ്യം നമ്മളെ തേടി വന്നോളും. നീ അറിഞ്ഞുകൊണ്ട് എന്നെ ഒരു കുഴിയിൽ ചാടിച്ചു. പക്ഷെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കുറച്ച് നാണക്കേടും അപമാനമൊക്കെ ഉണ്ടായി. എങ്കിലും എനിക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടിയില്ലേ? ഇനി എനിക്കൊരു പേരുദോഷം ഇല്ലാതിരുന്നാലോ ലാലേട്ടനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് വേദനിച്ചാൽ നമുക്ക് നല്ല ഫലങ്ങൾ ദൈവം തരും. അങ്ങനെ വിശ്വസിച്ച മതി. നീ വാ, നമുക്ക് കഴിക്കാം, വാ. ഞാൻ വരാം, നീ ചെല്ല. ഞാൻ എന്റെ വാടക വീട്ടിലോട്ട് മാറിക്കോളാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനി അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല. അതിലുപരി ഞങ്ങളും. പറയേണ്ട കാര്യങ്ങൾ അതിന്റേതായ സമയത്ത് പറയാതിരുന്നതാ നിനക്ക് പറ്റിയ തെറ്റ്. എന്നിട്ട് കൂട്ടുകൂടിയതോ ഒരു തല്ലിപ്പൊളിയായിട്ട്. അവനിനി എന്നെയും കൊല്ലാൻ നടക്കും ഞാൻ ഈ വീട്ടിലാണെന്ന് അറിയുമ്പോ. എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് അമ്മയോടും ദിയയോടോ. അതെനിക്കറിയാം. നീ അമ്മയുടെ മോളായി പോയതാ അവന് നിന്നോടുള്ള വൈരാഗ്യം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞ ജയലാല് നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോയപ്പോ മരിക്കണമെന്ന് തോന്നിയത്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു നിന്നെ പോലെ തന്നെ ജയലാലിനോടും. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. നിനക്കറിയോ, ഈ വീട്ടിനകത്ത് വഴക്ക് നടക്കുമ്പോഴൊക്കെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ദിയയോടുള്ള അത്രയും ദേഷ്യം അച്ഛന് എന്നോടില്ല. എന്നാലിപ്പോ ആ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുക. പലപ്പോഴും ദിയ പിരിയണമെന്നൊക്കെ അമ്മയോട് പറയുമ്പോ ഞാനായിരുന്നു എതിർത്തിരുന്നത്. അതിലൊക്കെ ഇന്ന് എനിക്ക് വേദനയുണ്ട്. സത്യം പറഞ്ഞ അമ്മ നേരത്തെ അങ്ങേരുമായിട്ട് വേർപിരിയേണ്ടതായിരുന്നു. എങ്കിൽ അമ്മയുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടേനെ. ഇത് ആഹാരം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അല്ലാതെ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. മദ്യത്തോടായിരുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം. പിന്നെ സദാനന്ദനോടും മകനോടും. അങ്ങനെ ഒരാളെ വക്കീലല്ലാതിരുന്നിട്ടും കോടതിയിൽ നിന്റെ അമ്മ മുട്ടുകുത്തിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുക. എന്റെ അമ്മയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി, ഇതുപോലൊരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം. നിന്റെ പ്രതികാരം അമ്മയോടാണെന്ന് പറയുമ്പോഴൊക്കെ അമ്മ പറയുമായിരുന്നു, അമ്മ ജോലിയിലുള്ളപ്പോ ഏതെങ്കിലും പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിച്ചതിന്റെ വൈരാഗ്യമായിരിക്കുമെന്നൊക്കെ. ഒരർത്ഥത്തിൽ അതും ശരിയായിരുന്നു. പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിയ വീട് പൊളിക്കരുതെന്ന് പറയാനായിരുന്നല്ലോ നിന്റെ അമ്മ അവിടെ വന്നത്. അന്ന് ആ സംഭവം അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ല കണ്ടിരുന്നെങ്കിൽ, അച്ഛനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചേനെ. അതുമാത്രമല്ല, നിനക്കും നിന്റെ അച്ഛനുമുണ്ടായ നഷ്ടത്തിന് അമ്മ പരിഹാരം കാണുകയും ചെയ്തേനെ. എന്ത് ചെയ്യാന്, തലനാരിഴയ്ക്ക് എല്ലാം മാറിപ്പോയി. വൈകിയാണെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒരു അബദ്ധം ഉണ്ടാവില്ലല്ലോ. എല്ലാം അറിഞ്ഞ ശേഷം ലാലേട്ടൻ പറഞ്ഞു നിനക്ക് ലാലേട്ടന്റെ ഷോറൂമില് ഒരു ജോലി തരാന്ന്. ആ അമ്മയ്ക്കിപ്പോ ഇവള് പ്രിയപ്പെട്ട മോളായല്ലേ? 6 വയസ്സുവരെ രജനിക്ക് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ഭാഗ്യം നിങ്ങളുടെ അച്ഛൻ തന്നെ ഇല്ലാതാക്കി.
എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ സ്നേഹം അനുഭവിച്ചു വളർന്നവരാ, ജീവിച്ചവരാ. അതുകൊണ്ട് ഇനി രചനമോളുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ നിങ്ങളെക്കാൾ സ്നേഹം ഞാൻ ഇവൾക്ക് കൊടുക്കും. അതിൽ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊരു അസൂയയില്ല. ഇനി എനിക്ക് 2 ചേച്ചിമാരാ. 3 ആളും തല്ലൊന്നും കൂടാതെ വീടിനകത്ത് സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോവാ. വൈകുന്നേരത്തേക്ക് ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളും ഇനി ഉണ്ടാക്കണ്ട. നമുക്ക് 4 ആൾക്കും ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഞാനിന്ന് റീജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ, ഉച്ച കഴിഞ്ഞ് എത്തിക്കോളാം. പിന്നെ പുറത്തൊക്കെ ഒന്ന് ചുറ്റും. അമ്മ പോയിട്ട് വരട്ടെ. ഇന്നലെ കണ്ട അമ്മയല്ലല്ലോ ഇന്ന്. എന്താ അമ്മ മാത്രം ഇന്ന് ഒരുപോലെ തുടർന്നാ മതിയോ? അമ്മയ്ക്ക് മാറണ്ടേ? എന്താ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ? ആന്തമ്മ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, ഇവിടെ വേണ്ടത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ. നിന്റെ അച്ഛന്റെ വീട്ടിലുള്ളതുപോലെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ന് മാത്രമല്ല, പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. നിനക്കറിയാലോ രജനെ. അമ്മ എന്തിനാ ഈ കണ്ണി കണ്ടവരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നേ? ദേ, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ആ കുട്ടികൾക്ക് മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്. രജനി ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവളെയും വിളിച്ചോണ്ട് നിനക്ക് പോവാം. ഞാൻ ദിലീപിനോട് പറഞ്ഞതല്ലേ അവിടെ താമസിക്കാന്ന്. അച്ഛൻ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പിന്നെ അച്ഛനൊപ്പം താമസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അതല്ല നിന്റെ മനസ്സിലിരിപ്പ്. ഇവൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ വൈകുന്നേരമല്ലേ വരുന്നത്. ആ നേരത്ത് മരുമോള് പോലും അവിടെ സുരക്ഷിതയല്ലെന്ന് എന്റെ മോന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. എന്നാ എനിക്കുണ്ട്. അച്ഛൻ ഏതോ സമയത്ത് ഒരു തെറ്റു പറ്റിപ്പോയി. അതിന് അദ്ദേഹത്തെ ഇങ്ങനെ പഴിക്കണോ? ഓ, നീ അങ്ങേർക്ക് സപ്പോർട്ടാണല്ലേ? ഇതൊക്കെ മിക്ക ആണുങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റാ എന്ന് കരുതി മുമ്പ് സംഭവിച്ചതിനൊക്കെ എപ്പോഴും കണക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെയാ അയാളെ കോടതി കേറ്റാത്തത്. ഒരു കാരണമില്ലാതെ എന്നെ കോടതിയിൽ നിർത്തി വിസ്തരിച്ചതാ. പക്ഷെ ഇവിടെ അയാൾ ജീവപര്യന്ത ശിക്ഷ കിട്ടാനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറണോ അതോ പോണോ? എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനേ വെറുതെ വഴക്കൊന്നും വേണ്ട, നീ വാ. അതെ, ഇതൊരു ഹോട്ടലല്ല, വീടാ. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ഭക്ഷണം എന്തായാലും അതുകൊണ്ട് നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാ ആവശ്യപ്പെടുന്നതൊന്നും ഉണ്ടാക്കാൻ ഇവിടെ ആളില്ലെന്നാ പറഞ്ഞത്. അമ്മ വഴക്കുണ്ടാക്കാനായിട്ട് എല്ലാവരും പടിയിറങ്ങി പോയ ശേഷം അമ്മ ഇങ്ങനെ ചിന്തയോട് ചിന്തയാണല്ലോ. എന്തോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ? അവസാനമായിട്ട് ഗംഗ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. ആ ദീപ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛന്റെ നട്ടല് നിവർന്നു തുടങ്ങിയത്. ഉള്ളത് പറയാലോ, അച്ഛൻ പോയ ശേഷം നല്ല ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അതെന്താ, ഞാൻ ഉണ്ടാക്കുന്നൊന്നും കൊള്ളില്ലേ? അയ്യോ, അങ്ങനെയല്ല അമ്മേ ഞാൻ പറഞ്ഞത്. അമ്മ കുറെ കാലമായില്ലേ അടുക്കള കയറിയിട്ട്. അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അച്ഛനുണ്ടാക്കുന്ന ഫുഡ് പോലെ ഒരു നല്ല ഫുഡ് ഈ ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല അമ്മേ. നീ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ മറ്റൊരു വീട്ടിലേക്കാ താമസിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴേ ഇതിലും മോശമായിട്ടുള്ള ഫുഡാ കിട്ടുന്നത്. ഞാൻ ഹോസ്റ്റലൊക്കെ കഴിഞ്ഞല്ലേ അമ്മേ. എനിക്കതുകൊണ്ട് ഇത്തിരി മോശം ഫുഡായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛന്റെ കൈപുണ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയായിരുന്നു. ഇനി മേല അയാളെ പുകഴ്ത്തി സംസാരിക്കരുത്. ജയലാലിനെ ഞാൻ ചിലപ്പോ തിരിച്ചു കൊണ്ടുവന്നെന്നിരിക്കും, പക്ഷേ നിന്റെ അച്ഛനെ ഇനി ഞാൻ ഈ വീട്ടിന്റെ ഗേറ്റ് കടന്നു വരാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഇരുന്നാ മതിയോ? നിങ്ങളുടേതായ സാധനങ്ങളൊക്കെ എടുത്തങ്ങ് പാക്ക് ചെയ്യ. പോയ എങ്ങനെ ജീവിക്കും ഹേമേ? ജോലി ചെയ്ത് ജീവിക്കണം. എന്ത് ജോലി ചെയ്താലും നിനക്കങ്ങോട്ട് തൃപ്തിയാവില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കത്തുമില്ല. 5 അക്കത്തുനിന്ന് 6 അക്ക ശമ്പളമില്ലാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലല്ലേ നീ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുന്നത്? 5 അക്ക ശമ്പളം നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ ഹേമേ, കയ്യും കാലും പിടിച്ച അളിയൻ ചിലപ്പോ അളിയന്റെ ഷോറൂമിൽ ഒരു ജോലി തന്നേക്കും. അല്ലെങ്കിൽ മൂത്ത അളിയൻ എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് തന്നേനെ. പക്ഷെ അവർക്കൊക്കെ നമ്മളോട് വൈരാഗ്യമല്ലേ? അതെ, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ. നിങ്ങളൊരു കള്ളനാണെന്ന് അവർക്കെല്ലാം അറിയാം. എന്നാലും അമ്മായി ഒരു കൊലച്ചതിയാ ചെയ്തത്. പെട്ടെന്നിറങ്ങി പോവാൻ പറഞ്ഞ നമുക്ക് കേറിപ്പോ ഒരു വീടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ.
വീടും നോക്കിയിരുന്ന വിശപ്പടങ്ങുവോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ടല്ല തിന്നോണ്ടിരുന്നത്. അന്നേരം വേറെ ജോലി അന്വേഷിക്കണമായിരുന്നു. നേരത്തെ പലിശയ്ക്ക് പണം കടം കൊടുത്തു. അതൊക്കെ കണ്ടവന്മാര് കൊണ്ടുപോയെന്നല്ലാതെ അതൊക്കെ വാങ്ങിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? അവിടെയാവുന്ന ഇരുന്നു പോയത്. എനിക്ക് സ്ത്രീധനായിട്ട് തന്ന സ്വർണം മുഴുവൻ അങ്ങനെ അങ്ങ് നിങ്ങൾ മുക്കി. പിന്നെ കുറെ സ്വർണം എടുത്ത് പണയം വെക്കേ വിൽക്കുകയോ ഒക്കെ ചെയ്തു. ഇനി എന്തായാലും ഒന്നും തരാൻ എന്റെ കയ്യിലില്ല. കുറച്ച് സ്വർണം കൂടെ തന്ന് നീ എന്നൊന്ന് സഹായിക്കണം മോളെ. അല്ലെങ്കിൽ കാര്യങ്ങൾ നേരാവണ്ണം പോവൂല. നീ എന്നെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയ ഒരു ദിവസം ഞാനങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ നീ ഒറ്റയ്ക്കാവും. അങ്ങനെ ഒറ്റയ്ക്കായാലേ അമ്മ എന്നെ നോക്കിക്കോളും. നിങ്ങളിപ്പോ ഉള്ളതോ കുഴപ്പം. കഴിവുകെട്ട ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആ പെണ്ണുങ്ങളങ്ങ് പോയി തൂങ്ങിച്ചാവുന്നതാ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചേനെ. ആ സമയത്തല്ലേ ഇങ്ങോട്ട് എഴുതണമെന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് അതാ പാരയായത്. ഇനി ഏതായാലും കൈയും കാലും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജയേട്ട ഇറങ്ങിപ്പോയതിന്റെ വലിയ വിഷമം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് വലിയൊരു വരുമാനോ കുടുംബത്തിന് നഷ്ടമായത്. അതുകൊണ്ട് ഇനി ഇവിടെ തൽക്കാലം നിൽക്കാനൊന്നും പറ്റില്ല. ഉടനെ തന്നെ നമുക്ക് ഇറങ്ങാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാരാബ്ദങ്ങളൊക്കെ പറയാം. അന്നേരം അമ്മ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരും. എന്നാലും എടുത്ത് വെക്ക്. ഞാൻ എടുത്തു വെക്കണോ? നിങ്ങളെടുത്ത് വെക്ക്. ഓ ശരി. അമ്മായി. എന്താടാ? അല്ല, ഞാൻ അമ്മായി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തിനാ എന്നെ കാണാൻ വരുന്നേ? നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? ഞാനേ ജയലാൽ അളിയന്റെ വീട്ടിൽ പോയായിരുന്നു. വലിയൊരു വീടൊക്കെയാ അളി എടുത്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴേ ദീപ മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട് അവിടെ. എന്റെ മൂത്തളിയൻ. അവരൊക്കെ അങ്ങ് ഒന്നിച്ചു. നമ്മള് പുറത്തുപോയി. ഇത് പറയാനാണോ നീ വന്നത്? ഇതും പറയണമല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാതിരുന്ന അത് അമ്മായിയോട് ചെയ്യുന്ന കൊലച്ചതിയായി പോവില്ലേ? എനിക്കറിയാവടാ, അവൻ അവൾക്കൊപ്പം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ തള്ളിക്കളഞ്ഞവരെല്ലാം ചെല്ലുമെന്ന്. അവന്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നോ? അമ്മാവനെ ഞാൻ കണ്ടില്ല. ഇനി അകത്തെങ്ങാനും കയറി ഒളിച്ചിരിക്കുകയാണോ എന്തോ. അല്ല, തീർത്ഥാടനത്തിന് പോയിരിക്കാന്ന് മറ്റോ പറഞ്ഞത്. അയാള് തീർത്ഥാടനത്തിനൊന്നും പോയി കാണില്ല. അയാള് പോയിരിക്കുന്നതേ സുഖവാസത്തിന് അവർക്കൊപ്പം. ഏതായാലുവേ ഇപ്പൊ അവൾ അവിടെ അവർക്കൊക്കെ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുക. ഏതായാലും മൊത്തത്തിൽ അവർക്ക് നല്ല സന്തോഷമുണ്ട്. ഇവിടുന്ന് പോയപ്പോ വലിയൊരു ശ്വാസം മുട്ടൽ അകന്നുപോയെന്നാ ജയലാൽ അളിയൻ ഹരിലാൽ അളിയനോട് പറഞ്ഞത്. അപ്പൊ മൂത്തളിയൻ പറയുക, നിനക്കിത് നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നോന്ന്. ഞാനിത് നേരത്തെ ചെയ്തോണ്ടാ സുഖമായിട്ട് ജീവിക്കുന്നേന്ന്. അതൊക്കെ കേട്ടപ്പോ എന്റെ രക്തം തിളച്ചു. അതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. എന്റെ അമ്മായി അവരിപ്പോ അവിടെ രാജകീയമായിട്ടാ ജീവിക്കുന്നത്. ഇനി അമ്മായി അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഒരു പ്രാർത്ഥന മാത്രമേ അവർക്കുള്ളൂ. അല്ല, നീ എന്തിനാ അവിടെ പോയത്? വെറുതെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് കരുതി പോയതാ. ഷോറൂമിൽ പോയപ്പോഴാ അവര് വേറെ വീടെടുത്ത് താമസം തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞത്. പഴയ വീട്ടിലൊന്നും അല്ല താമസിക്കുന്നത്. കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലാ രാജകുമാരിയെ താമസിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വീടിനെക്കാട്ടിലേക്ക് സൗകര്യമുണ്ട്. അധികകാലം അവരങ്ങനെ താമസിക്കത്തില്ല. അങ്ങനെ ഒന്നും പറയാൻ ഒക്കത്തില്ല അമ്മായി. അവർക്കിപ്പോ ഒരുപാട് പേരെ സഹായമുണ്ട്. പ്രത്യേകിച്ച് ആ ബുള്ളറ്റിന്റെ. അവൻ മലയ്ക്ക് പോയിരിക്കുക. അതറിഞ്ഞിട്ടാ ആ നാട്ടിലേക്ക് ഞാൻ ചെന്നത്. അല്ലെങ്കിൽ അവൻ എന്റെ അടുത്ത് മലയെ കയറ്റിയേന്. അല്ല, ഒന്നും കഴിച്ചില്ലായിരുന്നു. നല്ല വിശപ്പ്. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ നിറച്ചിട്ട് പോവായിരുന്നു. ഓ, വേണോന്നില്ല. നീയേ നിന്റെ വീട്ടിൽ പോയി കഴിച്ചാ മതി. അവിടെ ഒരു തീ നിന്നെയും കാത്തിരിക്കല്ലേ. അവള് പുറത്തുനിന്നെങ്ങാനും വാങ്ങിച്ച് കഴിച്ചു കാണും. അവക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒട്ടും ഇഷ്ടമല്ല. ഈ വീടിനകത്ത് ആര് കയറണം കയറണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. അതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. നീ പറഞ്ഞ് ബോറടി മാറ്റുന്ന ആളുണ്ടല്ലോ, അങ്ങേരെ സംസാരപ്രിയനാ. അതുകൊണ്ടാ അങ്ങേരെ പേരെടുത്തൊരു വക്കീലായത്. അവിടെയാ നിനക്ക് ഇവിടത്തേക്കാൾ സന്തോഷമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. പോകണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരുമ്പോഴേ
ദിലീപേട്ടന്റെ അച്ഛൻ പറഞ്ഞിരുന്നു, ഒരുപാട് സഹനശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂന്ന്. അങ്ങനെ പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടത്? ശരിക്കൊന്ന് ആലോചിക്കണമായിരുന്നു, ഇങ്ങോട്ട് വരണോ വേണ്ടയോന്ന്. എന്നിട്ട് ഇങ്ങോട്ട് വരണ്ടെന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ വരരുത്. അതെങ്ങനാ വരാതിരിക്കുന്നെ? അതിന്റെ ഇടയ്ക്ക് കുറെ കള്ളക്കഥകള് ഇവിടെ കയറി വന്നവളും പിന്നെ ഈ നിൽക്കുന്ന എന്റെ അമ്മായി അമ്മയും കൂടെ ദിലീപേട്ടനോട് പറഞ്ഞല്ലോ. അത് കേട്ടിട്ടല്ലേ ദിലീപേട്ടൻ അച്ഛനോട് വെറുപ്പ് കാണിച്ചത്? ഞങ്ങളൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. തല താഴ്ത്തി നിന്നേ അയാളെല്ലാം കേട്ടിട്ടാ പോയത്. പിന്നെ അയാളെ കോടതി കേറ്റാത്തതും ജയിലിലേക്ക് പറഞ്ഞു വിടാത്തതും രചന പറഞ്ഞതുകൊണ്ടാ. നിയമം ശിക്ഷിച്ചില്ലെങ്കിലും അയാൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ടാ രചന എന്റെ മോളെ പോലെ കരുതി ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നെ. നിങ്ങൾക്കാർക്ക് നല്ലവരെ കണ്ട തിരിച്ചറിയത്തില്ല, അതാ പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളും അത്ര നല്ലവരൊന്നുമല്ല. ആകെ കൂടി ഈ വീട്ടില് നല്ലവര് ദിലീപേട്ടനും എന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ അവർക്കൊപ്പം താമസിച്ചോളാം ഞങ്ങൾ പറഞ്ഞത്. ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാം. അങ്ങനെ കഴിഞ്ഞവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തം അച്ഛനമ്മയും ധിക്കരിച്ചിട്ട് എന്റെ മോനൊപ്പം വരാൻ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് കേറി വന്നപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ മോളെ നമ്മുടെ സാഹചര്യമൊക്കെ. എന്നിട്ട് പിന്നെന്തിനാ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നേ? രചനേച്ചിയോടുള്ള ദേഷ്യം അമ്മ. ആ പാവത്തിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിനുവേണ്ടി ഇതല്ല ഇതിനപ്പുറം അവള് പറയും. അമ്മേ, എന്താ? അവള് പറഞ്ഞത് കേട്ടിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ? അവള് പറയുന്നതിൽ കാര്യമുണ്ടമ്മേ. ആരാണ് ഈ രചന? ഓ, അതിന് നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണോ? എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന് വേണ്ടിയാണോ അമ്മ സ്വന്തം മരുമോളെ തള്ളി പറയുന്നത്? നയനയുടെ ഭാഗത്താണ് ശരി. നിനക്കും അവളുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അവളെയും കൊണ്ട് പൊക്കോളാൻ ഞാൻ പറഞ്ഞില്ലേ? ഇതിനുള്ള മറുപടി അതാണോ അമ്മേ? അല്ലാതൊരു മറുപടി പറയാൻ എന്റെ കയ്യിലില്ല. നീ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശ്വാസം മുട്ടിയാണല്ലോ ഇവിടെ കഴിഞ്ഞിരുന്നത്. പിന്നെന്താ ഇപ്പൊ പോയാ കുഴപ്പം? ആ, അത് ശരി. മോനും സ്വന്തം മരുമോളും ഇവിടുന്ന് ഇറങ്ങി പോയാലും അവൾ ഇവിടെ തന്നെ വേണം അല്ലേ? ഉറപ്പായിട്ടും വേണം. ഇനി അവളുടെ വിവാഹം കഴിഞ്ഞ് പോകുന്നത് വരെ എനിക്കൊപ്പം കാണും അവൾ ഇവിടെ. നിനക്ക് ചെയ്തു തരേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നു കഴിഞ്ഞു. നീ സ്വന്തം കാലിൽ നിൽക്കാറുമായി. ഇപ്പോ നിനക്കൊരു കുടുംബമുണ്ട്. അതുകൊണ്ട് നിന്നെപ്പറ്റി ഇനി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നേരത്തെ അമ്മയ്ക്ക് ഇത്രയും സ്വാർത്ഥത ഇല്ലായിരുന്നു. ഞാൻ സ്വാർത്ഥയായിരുന്നെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ടിയനെ. എന്തായാലും നീ വിളിച്ചോണ്ട് വന്ന പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ നാരെ ഇറക്കി വിടാൻ പോകുന്നില്ല. അവളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവിടെ ആരും മാറാനും പോകുന്നില്ല. എന്റെ ചിട്ടകൾക്കനുസരിച്ച് ഇവിടെ നിൽക്കാമെങ്കിൽ മാത്രം അവളിവിടെ നിന്നാ മതി. എന്തായാലും ഇന്നലെ വന്ന ഒരുത്തിക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യ ഓടിക്കാനൊന്നും പോകുന്നില്ല. ഇവിടുന്ന് നിങ്ങൾ പോണോന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാനാണ് നിന്റെ ഭാര്യ ശ്രമിക്കുന്നെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നയനയുടെ അച്ഛനിപ്പോ കോംപ്രമൈസ് ആയിട്ട് വരുവാ. ചിലപ്പോ അച്ഛൻ എനിക്കൊരു ക്ലിനിക്ക് ഇട്ട് തരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവളെ എല്ലാവരും താണു വണങ്ങി നിൽക്കണം. അതിനെ വേറെ ആളെ നോക്കണം. പണമുണ്ടെന്ന് കരുതി എന്ത് പറയാന്നും ചെയ്യാന്നും കരുതരുത്. അവളെ പോലൊരു പെൺകുട്ടി ഇതുപോലൊരു വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കില്ല. പിന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രതികാര ബുദ്ധിയോടെ രജനി ഇവിടുന്ന് പുറത്താക്കാൻ. അതെ, അവളെ തള്ളിക്കളഞ്ഞിട്ട് അമ്മ അമ്മയുടെ മക്കളെക്കാളും മരുമക്കളെക്കാളും മറ്റൊരു പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോ ആർക്കായാലും പ്രതികാരം തോന്നിപ്പോവും. ആരായി രചന? ദീപ ഒരു സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണക്കാരി ആരാ? ജീവിതം വഴിപൊട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവളെ തള്ളിയിട്ട് ആരാ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ നീ കൂടുതൽ സംസാരിക്കുന്നത്? ദിലീപേ, മേലിൽ ഇതിന്റെ പേരിൽ നീ എന്നോട് തർക്കിക്കരുത്. ഒരു കാരണവശാലും ഞാൻ രജനിയെ ഒഴിവാക്കില്ല. നിന്റെ ഭാര്യയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും രജനിയോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല. അങ്ങനെ നീ കരുതേം വേണ്ട. അമ്മയ്ക്കും അമ്മയുടെ പെൺമക്കൾക്കും അവൾ ഇനിയും തിരിച്ചെടുത്ത് തരും. ഇതിന്റെ അവസാനം അത്തരം സീനുകളായിരിക്കും കാണാൻ പോകുന്നത്. ഓഹോ, ഇവിടെ നിന്നെല്ലാം കേക്കുമായിരുന്നല്ലേ? ഇറങ്ങി പൊക്കിയൂടെ നിനക്ക്? ഇവളെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ കൊറോണ അടിച്ച് പൊളിക്കും ഞാൻ. ഡോക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല.
മനസ്സിലായോടാ? നിനക്കെന്താ ഈ കാര്യത്തിൽ മാത്രം ഇത്ര വാശി? ഇത് വാശി തന്നെയാ, അത്രയ്ക്ക് അഹങ്കാരത്തോട് തന്നെയാ നിങ്ങളുടെ അമ്മയും ഇളയ അനിയത്തിയും ഈ കയറി വന്നോളും ഒക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നുവെച്ചാ മനഃപൂർവ്വം ലഹള ഉണ്ടാക്കാനാണോ നിന്റെ പുറപ്പാട്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇവിടുന്ന് തോറ്റ് ഞാൻ പടിയിറങ്ങി പോകുന്ന പ്രശ്നമില്ല. ഞാനിപ്പോ ധർമ്മസങ്കടത്തിലായത് നിനക്കറിയാലോ. പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വീടിനകത്ത് വഴക്കാണെന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അതിന് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് എന്റെ അച്ഛൻ ഇട്ടാരാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ക്ലിനിക്ക് ഇട്ടോണ്ട് കാര്യമായോ? അവിടെ വരുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കണ്ടേ? എങ്കിലല്ലേ ആ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. ദിലീപ് കുറച്ചു ദിവസം ആയല്ലോ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. എന്നുവെച്ച് ഞാൻ അത്ര കണ്ട എക്സ്പീരിയൻസർ അല്ല. എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നമുക്കതിലൊരു വിജയം ഉണ്ടാവത്തുള്ളൂ. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു എന്ന് കരുതി കാര്യമുണ്ടോ? കാർ ഓടിക്കണം, എങ്കിലേ കൈ തെളിയൂ. അതും ഇതുമായിട്ട് നീ കമ്പയർ ചെയ്യരുത്. എല്ലാം അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ എന്തായാലും ഇവിടുന്ന് മാറും. പക്ഷെ മാറുന്നതിന് മുമ്പ് ഇവിടെ ഒരു കലാശക്കൊട്ട് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അമ്മയുടെ സ്വഭാവം ഇതാണ്. അമ്മ എങ്ങനെ ആർക്ക് കീഴടങ്ങി കൊടുക്കുന്ന കൂട്ടത്തിലല്ല. ആയിക്കോട്ടെ, അമ്മയ്ക്ക് മുന്നിൽ വേണമെങ്കിൽ ഞാൻ താഴ്ന്നു കൊടുക്കാം. പക്ഷെ അവരിപ്പോ വാദിക്കുന്നതേ രചന എന്ന് പറയുന്നവർക്ക് വേണ്ടിയാ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്നെ കൊല്ലാതങ്ങ് കൊല്ലുവാ. ഒരുത്തിയുടെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളുടെ അച്ഛനാണെങ്കിലേ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം. അല്ലാതെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കല്ല വേണ്ടത്. അവള് ദീപയ്ക്ക് കൊടുത്തതേ ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്തൊരു മുറിവാ. അതൊക്കെ പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകത്തൊന്നുമില്ല. മതി, നിർത്ത്. ഇത്തിരി സമയമൊന്നും മിണ്ടാതിരിക്കോ? അയ്യോ, ഗംഗേട്ടനോ? മല ചവിട്ടി പിന്നെ നടന്നിഞ്ഞു പോന്നു എരുമേലി വഴി. വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയാത്തതെന്താ? വിളിച്ചു പറഞ്ഞിട്ടല്ലോ ഞാൻ വരാറ് പതിവ്. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കാത്തിരിക്കുന്നവരെ നിരാശരാക്കണ്ടെന്ന് കരുതിയ പലപ്പോഴും വിളിക്കാതിരുന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വിളിക്കേണ്ടേം പറയേണ്ടേം കാര്യമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഞാനിവിടെ കാണും. അത്ഭുതപ്പെടണ്ടോ? എന്നെ വരിഞ്ഞു മുറുക്കി ഒരുത്തി അടിമയെ പോലെ കിടത്തിയല്ലോ. അവിടുന്ന് എനിക്കിപ്പോ മോചനം കിട്ടി. അല്ല, ഞാൻ എനിക്ക് തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചേ? ജയൻ ദീപമോളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. രണ്ടാളെയും രാഗിണി അടിച്ചിറക്കിയതാ. പിന്നെ ഞാനെന്തിനാ അവിടെ പിടിച്ചു നിൽക്കുന്നത്? ഞാനും പടിയിറങ്ങി. ഒരു തീർത്ഥാടനത്തിനാണെന്നാ മക്കളോടും മരുമക്കളോടും പറഞ്ഞത്. പക്ഷേ ഇത്രയും കാലം മാസത്തിൽ 1-2 ദിവസം മാത്രമായിരുന്നു ഇവിടെ നിന്നോടൊപ്പം വന്ന് താമസിച്ചിരുന്നത്. എന്നാൽ ഇനി എന്നും നിന്നോടൊപ്പം ഞാൻ ഇവിടെ കാണും. അങ്ങനെ എന്നും കാണണമെന്നൊന്നും ഞാൻ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ പേരിൽ ഒരു കാരണവശാലും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു പ്രശ്നവുമില്ല. അവൾ എന്നെ ഒരാണായിട്ട് കണ്ടിട്ടില്ല. അടിച്ചമർത്തി അവൾ എന്നെ കൊല്ലാതെ കൊല്ലുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു. നിയമപരമായി ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യയുടെ പരാജയമാണത്. ചില കാട്ടാള സ്ത്രീകളെ പോലെ അവൾ പെരുമാറിയതിന്റെ ഫലമാണ് നീ എന്ന രണ്ടാം ഭാര്യ. ഇവിടെയാണ് എനിക്ക് കുടുംബമുള്ളത്, ജീവിതമുള്ളത്. എന്റെ 2 ആൺമക്കൾ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. അവര് 2 വീട് വിട്ടുപോയി. പിന്നെ അവിടെ എനിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിനക്കും നമ്മുടെ മോൾക്കും ഒപ്പം ഇനിയിപ്പോ ഇവിടെ കഴിയാനാണ് എന്റെ തീരുമാനം. പരമാവധി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ നോക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ ആരും പഴിക്കാനില്ല. എന്താ ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എന്നാലും ഈ ധൈര്യം എവിടുന്ന് കിട്ടി? അത് അവള് തന്നതാ. എന്നെ ഇത്രയും നാളും ചവിട്ടിത്തേച്ച ആ രാക്ഷസി. അല്ല, നമ്മുടെ മോളെവിടെ? അയ്യോ, അത് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഗംഗേട്ടനെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല. എന്തു പറ്റി? നമ്മുടെ മോൾക്കൊരു ജോലി കിട്ടി. തിരുവനന്തപുരത്ത് കാർ ഷോറൂമില്
സൂപ്പർവൈസറായിട്ടാ. നല്ല ജോലിയാ. 10-30,000 രൂപ ശമ്പളമുണ്ട്. പിന്നെ അത്യാവശ്യം താമസ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. മോളെ ഞാൻ അവിടെ കൊണ്ടുവിട്ടിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. ഓ അത് ശരി. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതിന് ശേഷം അച്ഛനെ വിളിച്ച് വിവരം പറയാത്തതിന്റെ സങ്കടമായിരുന്നു മോൾക്ക്. അങ്ങോട്ട് എപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും മോള് പോയി കഴിഞ്ഞപ്പോ വിവരം പറയണമെന്ന് തോന്നിയിട്ട് രണ്ടും കൽപ്പിച്ച ഞാൻ വിളിച്ചത്. അപ്പൊ ഏതു നേരവും ഔട്ട് ഓഫ് റേഞ്ച്. ഞാൻ മലയ്ക്ക് പോയതല്ലേ, ഇടയ്ക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റിയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. മോളെ, മോക്കിപ്പം മനസമാധാനം കിട്ടിയോ? എന്നൊന്നും പറയാൻ വയ്യ അച്ഛാ. പുതിയ മരുമോള് വലിയ പ്രശ്നാണെന്നാ അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. ഓ അല്ല, പുതിയൊരു വീടെടുത്തെന്ന് ചെയ്യാൻ പറഞ്ഞല്ലോ. ആ, ഞങ്ങളവിടെ താമസം തുടങ്ങി അച്ഛാ. നന്നായി. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് താമസിക്കണം. ഇടയ്ക്ക് പറ്റുമെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ ഈ തണുപ്പ് സമയത്ത് ഒരുപാടൊന്നും കറങ്ങി നടക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാലേ അടുക്കളയിലൊന്നും അച്ഛൻ കയറേണ്ടി വരില്ല. അച്ഛനെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരിടത്ത് ഇരുന്നാ മതി കാരണവരായിട്ട്. ഞങ്ങളെല്ലാം നോക്കിക്കോളാം. ഞാനങ്ങ് വന്നോളാം മോളെ. ആ, എന്തായാലും മോടെ കണ്ണീര് തോർന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ശരി അച്ഛ, ഇടയ്ക്ക് വിളിക്കുമ്പോ മൊബൈലിൽ കിട്ടണേ. ആ, ഇനി എപ്പോ വിളിച്ചാലും കിട്ടും മോളെ, വിളിച്ചോ. ശരി അച്ഛ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.